ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ഫ്രഷ് റോസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റോസ് സിറപ്പ് വെച്ചിട്ടുള്ള റോസ് സർബത്തും. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 റോസാപ്പൂവിന്റെ ഇതളുകൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഫ്രഷ് റോസാപ്പൂവാണ്. ഇതെനിക്ക് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് കുറച്ച് വാടിപ്പോയതാണ്. നിങ്ങൾ ഫ്രഷ് റോസാപ്പൂ കിട്ടിയെങ്കിൽ അതെടുത്തോ, ഇല്ലെങ്കിൽ ഉണങ്ങിയ റോസാപ്പൂ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിനി അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഈ റോസാപ്പൂ ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനി തിളപ്പിക്കാം. ഇതിപ്പം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇതിപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കുറച്ച് ചൂട് കുറയുമ്പം ഒരു അരിപ്പയിലൂടെ അരച്ചെടുക്കാം. ഇതിപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബൗളിന്റെ മേലെ അരിപ്പ വെച്ച് ഇത് അരിപ്പയിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് കുറച്ച് പ്രസ് ചെയ്ത് ഇന്ന് മാക്സിമം ചാറെടുക്കാം. ഇപ്പൊ ഇത്ര പോലെ ചാറ് കിട്ടിയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഇനി അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് 1/3 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ഇതിപ്പം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ച് കുറച്ച് കട്ടിയുള്ള സിറപ്പാക്കി എടുക്കാം. കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഏകദേശം കുറച്ച് എണ്ണമയം പോലെ ഉണ്ടാവണം, അത്രേ ഉണ്ടായിക്കോളൂ. അധികം കട്ടി ആവുന്നുണ്ടെങ്കിൽ 1 സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ റോസ് വേവിച്ച് അരച്ചെടുത്ത് ചാറൊഴിക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. ഇതിൽ ഞാനിപ്പം കളറൊന്നും ചേർത്തിട്ടില്ല. ഇത് റോസിന്റെ തന്നെ കളറാണ്. കളർ കുറവില്ല റോസാണെങ്കിൽ ഒന്നിക്ക് ഫുഡ് കളർ ചേർക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ബീട്രൂട്ട് എടുത്ത് മാറ്റിയാൽ മതി. ഇതിപ്പം തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് എസൻസ് ചേർക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. റോസ് സിറപ്പ് റെഡിയാണ്. ഇതിന് ചൂടാറുമ്പം കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെക്കാം. ഞാനിപ്പം ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇത് ഫലൂദക്കും റോസ് മിൽക്ക് ഉണ്ടാക്കാനും റോസ് സർബത്ത് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോ ഇതുകൊണ്ട് റോസ് സർബത്ത് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഇങ്ങനെയില്ലതാ. ഇനി ഇതുകൊണ്ട് എളുപ്പത്തിൽ റോസ് സർബത്ത് ഉണ്ടാക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ കറുത്ത കസ്കസ് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെച്ചാണ്. ഇത് സബ്ജ സീഡ്സ് എന്നും പറയും. ആദ്യം ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഒഴിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ച കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ് സർബത്ത് റെഡിയാണ്. ഇതില് റോസ് സിറപ്പിന്റെ മധുരം ഉള്ളതുകൊണ്ട് വേറെ മധുരം ചേർത്തിട്ടില്ല. അധികം മധുരം വേണ്ടുന്നവർക്ക് വേറെ മധുരം ചേർക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.